ഈ ഇരിക്കുന്ന 2 ചാക്ക് പുളിയും ഞങ്ങളുടെ പുളിയിൽ നിന്ന് തന്നെ പറിച്ചതാണേ. ഇനി ഒരെണ്ണം കൂടി നിൽപ്പുണ്ട്. നമുക്ക് 2 പുളിയേ ഉള്ളത്. ഒന്നിലേ പറിച്ചോളൂ. ഒന്നിലേന്ന് വെച്ചാൽ കുറച്ചുകൂടി ആകാനുണ്ട്. അപ്പോൾ പിന്നെ ഇതെങ്ങനെയും ഇതൊന്ന് ഉണക്കി എടുക്കണമല്ലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഇത് കാണാനൊക്കെ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. കറിക്കകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീനകത്ത് ഇതിട്ടാണ് ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഭാഗം മുഴുവനും ഇതിട്ട ഈ ഒരു പുളി ഇട്ടാണ് കറി വെക്കുന്നത്. നമ്മൾ തോട്ടുപുളി, കുടംപുളി എന്നൊക്കെ പറയും. പൊതുവേ ഇത് തോട്ടുപുളി എന്ന് പറയും, ഈ തോടിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നതുകൊണ്ടല്ലയോ. അതുകൊണ്ട് അതിൽ നിന്ന് നല്ലൊരു ഫ്രഷ് പുളി, ഒരുപാട് ഈ പഴുത്തളിയാത്ത പുളി ഇങ്ങനെ പൊട്ടിച്ചിട്ട് തിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്ത ഒരു ടേസ്റ്റാണ്. ഒരു പുളിപ്പും മധുരം എല്ലാം കൂടെ. പിന്നെ ഇത് കണ്ടേ, ഇതെന്തോരം പുളി പറിച്ചിട്ടാണെന്നറിയോ. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി ഇത് പൊട്ടിച്ച് ഇതെല്ലാം എടുത്ത് തന്നെ ഈ ഒരു രീതിയിലാക്കി എടുത്തത്. ഇനി ഒരുപാടുണ്ട്. ഇതൊരു പൊട്ടിക്കലെന്ന് വെച്ചൊരു വല്ലാത്തൊരു ചടങ്ങാണ്, വല്ലാത്തൊരു ടാസ്ക് തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിരലിൻ്റെ ആ ഒരു നഖത്തിൻ്റെ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അകത്തോട്ട് തന്നെ ഇങ്ങനെ കയറ്റിയിട്ടാണ് ആ ഒരു ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത്. ആ ഒരു അകത്തെ സീഡൊക്കെ തന്നെ കൈ ഇങ്ങനെ നമ്മൾ ആ വിരൽ അങ്ങോട്ട് കയറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിരലിൻ്റെ സൈഡൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പുകച്ചിലായിരിക്കും. അങ്ങനെ ഇത് എന്താ പറയുക, ഇതിനി ഉണക്കിയെടുക്കൽ ആകെ ഒരു വല്ലാത്തൊരു ഇതിൻ്റെ ഒരു ഉണക്കൽ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇത് ഉണങ്ങിയത് കിട്ടുന്നിടം വരെ ഒരു ഭയങ്കര ഇത് തന്നെ. കാരണം വെയിലൊന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ ചതിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിലും മഴയും ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നേരത്തെ കുറച്ച് വീണ പുളിയൊക്കെ ഞങ്ങളിങ്ങനെ, അത് പിന്നെ ഒരുപാടൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്ന അങ്ങും ഇങ്ങൊക്കെ ഇട്ട് ഉണക്കിയെടുക്കുന്നുണ്ടായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഈ ഒരു ടാർപ്പയിലിട്ട് ഞങ്ങൾ ഉണക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് ഇത് കൊണ്ടുവച്ച് അകത്തോട്ട് കയറുമ്പോൾ തന്നെ വെയിലങ്ങ് മാറും, മഴയുടെ കോളാകും, മഴച്ചാറ്റിൽ പെട്ടെന്ന് ഞങ്ങളിത് പോയി ചുരുട്ടി എടുത്തിട്ട് പിന്നെ ഇത് വീണ്ടും അകത്ത് കൊണ്ടുവച്ച് അപ്പം വീണ്ടും വെയിലാവും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവെക്കൽ തന്നെ. ഇനിയിപ്പോൾ ലാസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് തീയും പുകയൊക്കെ കൊടുത്തിങ്ങനെ നെറ്റൊക്കെ നമ്മൾ ഈ ഇരുമ്പ് നെറ്റ് പോലെ ചേര് കെട്ടിയിട്ട് അതിനകത്തിട്ട് ഇനി അടിക്കിങ്ങനെ പുകയൊക്കെ കൊടുത്തിനി അങ്ങനെ ഉണക്കിയെടുക്കുക എന്നുള്ളൊരു പരിപാടിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെങ്ങനെയും ഒന്ന് ആക്കി എടുക്കണം, അതിൻ്റെ ഒരു പരിപാടിയിലാണ്. ഇനി പുകയ്ക്കുന്ന വീഡിയോ ഞാൻ അടുത്തതിനകത്ത് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്തുവാ? ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊന്ന് ഇതിൻ്റെ കമൻറ്റ് ചെയ്യണേ, ഇതിൻ്റെ പേര് എങ്ങനെയാണെന്ന്.